ഷെയർ ചെയ്യാൻ പഠിക്കുക. അത് നിങ്ങളുടെ അറിവാണെങ്കിലും നിങ്ങളുടെ ധനമാണെങ്കിലും നിങ്ങളുടെ പൊട്ടൻഷ്യൽ എന്താണെങ്കിലും അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്യുക. വേറിട്ട വഴികളിലൂടെ സഞ്ചരിക്കുന്ന, വേറിട്ട കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന, ചെയ്യുന്ന ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ സ്ഥാപകനും ചെയർമാനുമായ ശ്രീ സോഹൻ റോയാണ് ഇന്ന് നമ്മോടൊപ്പം. സ്വാഗതം. നമസ്കാരം. സോഹൻ എന്ന പേരിൽ നിന്ന് തന്നെ തുടങ്ങാം. സോഹൻ, ചാമിങ്, മനോഹരം എന്നൊക്കെയാണ് അർത്ഥം വരുന്നത്. ആരാണ് ഈ പേര് നൽകിയത്? അല്ല, സോഹൻ റോയ്ക്ക് വേറൊരു പേര് പ്രശസ്തമായ അർത്ഥമുണ്ട്. ശോഭരാജ് എന്ന് വേണമെങ്കിൽ പറയാം. ശോഭരാജ്. കാര്യം സോഹൻ മീൻസ് ശോഭിക്കുന്ന. ഓക്കെ. റായ്, സോഹൻ റായ് എന്നായിരുന്നു ഒറിജിനലി. റായിക്ക് രണ്ട് ഇതുണ്ട്, കടുകെന്നും അർത്ഥമുണ്ട്, രാജാവെന്നും അർത്ഥമുണ്ട്. അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അതിൽ രാജ് എടുത്തു കഴിഞ്ഞാൽ ശോഭരാജ് എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. റായ് എങ്ങനെ? റോയ്. സോഹൻ റായ് ആണ് ആക്ച്വലി ഒറിജിനൽ പേര്. പക്ഷെ അത് സ്കൂളിൽ ചേർത്തപ്പോഴത്തേക്ക് അത് റോയ് ആയിട്ട് മാറി എന്നുള്ളത്. ഓ, ഓക്കെ. സോഹൻ റോയ് SK എന്നാണ് കണ്ടത്. എസും കെയും എന്താണ്? ശ്രീവിലാസ്. എസ് ശ്രീവിലാസ് എൻ്റെ വീട്ടുപേര്. കൃഷ്ണൻ എന്നുള്ളത് എൻ്റെ ഫാദറിൻ്റെ പേര്. ഓക്കെ. പേരിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോൾ നമുക്ക് നാട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. പുനലൂർ, ഐക്കരക്കോണം, ഈ പറഞ്ഞ വാക്ക് പുനലൂരൊക്കെ, പക്ഷെ ഐക്കരക്കോണം എന്ന സ്ഥലം ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഏരീസ് ഗ്രൂപ്പിലൂടെയും സോഹൻ റോയിലൂടെയാണ്. അപ്പോൾ ഐക്കരക്കോണത്ത് എല്ലാവരും എന്ത് പറയുന്നു? ഏരീസ് ഗ്രൂപ്പിൻ്റെ പരിപാടികൾ എവിടെ വരെ എത്തി? മാതൃകാ ഗ്രാമം ആയോ? എന്നല്ല, ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഐക്കരക്കോണം മറ്റ് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് ഉയരത്തിലെത്തി. കാര്യം ഏരീസ് ഗ്രൂപ്പ് ഇപ്പോൾ ഒരു 15 കൺട്രീസിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ എല്ലാ ബ്രാഞ്ചസും എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്യുന്നത് ഐക്കരക്കോണത്തെ ഞങ്ങളുടെ ബ്രാഞ്ചാണ്. അപ്പോൾ ആ രീതിയിൽ വി ഷുഡ് സേ ദാറ്റ് ഒരു ഇൻ്റർനാഷണൽ ഗ്രാമമായിട്ട് മാറിക്കഴിഞ്ഞു. ഇന്റർനാഷണൽ മോഡൽ ഗ്രാമമായി. കാര്യം കേരളത്തിൽ തന്നെ ഇപ്പം ഹർത്താൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കോമൺ സാധനമാണല്ലോ, ഫ്രീക്വൻ്റ് ആണ്, ആൾക്കാർ ആഘോഷിക്കുന്നത്, വർക്ക് ചെയ്യാത്ത ദിവസമാണ്. പക്ഷേ ഇതുവരെ ഒരു ഹർത്താലും അഫക്റ്റ് ചെയ്യാത്ത ഏക സ്ഥാപനമാണ് ഞങ്ങളുടേത്. ഐക്കരക്കോണത്തെ ഗ്രാമത്തിൽ ഇന്ന് വരെ ഹർത്താലിൻ്റെ പേരിൽ ഒരു ദിവസം പോലും അടച്ചിടേണ്ടി വന്നിട്ടില്ല. ഐക്കരക്കോണത്തിനെ മാതൃകാ ഗ്രാമമാക്കാൻ വേണ്ടിയിട്ട് ഏരീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്തൊക്കെ സംരംഭങ്ങളാണ് അവിടെ തുടങ്ങിയിട്ടുള്ളത്? ഇല്ല, ഞങ്ങളുടെ ആദ്യമായിട്ട് ഇപ്പം ചെയ്തേക്കുന്നത് തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ്. അത് ഒരു ഗ്രാമത്തിൽ എല്ലാവർക്കും തൊഴിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആ ഗ്രാമം നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, അത് ഓട്ടോമാറ്റിക് ഒരു ഓർഗാനിക് ഗ്രോത്ത് അതിന് ഉണ്ടാവും. പക്ഷേ ഞങ്ങൾ അതിനേക്കാളേറെ ഇപ്പം ആദ്യം ഞങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ തൊഴിൽ ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പം അവിടുത്തെ അപ്കമിങ് യങ്സ്റ്റേഴ്സിനെ എല്ലാം ഇപ്പം വിദേശത്തേക്ക് കൊണ്ടുപോകുന്നവരെയൊക്കെ മാക്സിമം ഞങ്ങൾ വിദേശത്തേക്ക് കൊണ്ടുപോകുകയാണ്. പിന്നെ ഹൗസ് വൈഫ്സ് കുറേ പേരുണ്ട്. അതിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഹൗസ് വൈഫ്സിനും അവിടെ തന്നെ ഞങ്ങൾ ട്രെയിനിങ് കൊടുത്തിട്ട്, ഇപ്പം ഞങ്ങൾ ഷിപ്പിംഗ് മേഖലയിൽ നിന്നാണ്. ഐക്കരക്കോണത്ത് ആരും ഷിപ്പ് കണ്ടിട്ടില്ല. പക്ഷേ ഈ ഹൗസ് വൈഫ്സിനെ എല്ലാം ഞങ്ങൾ ട്രെയിൻ ചെയ്ത് ഞങ്ങളുടെ ഇന്ന് വേൾഡ് വൈഡ് ഒരുപാട് രാജ്യങ്ങളിൽ ഞങ്ങളുടെ ഇൻസ്പെക്ടേഴ്സ് പോയി ഇൻസ്പെക്ഷൻ നടത്തുന്നുണ്ട് ഷിപ്സിൻ്റെ. ഇതിൻ്റെ എല്ലാ ഇൻസ്പെക്ഷൻ റിപ്പോർട്ട് ആക്ച്വലി പ്രിപ്പയർ ചെയ്യപ്പെടുന്നത് ഐക്കരക്കോണം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ്. ഈ ഷിപ്പ് കാണാത്ത ആളുകളാണ്. അവരെ നമ്മൾ അതുപോലെ ട്രെയിൻ ചെയ്ത് ഇപ്പോൾ അവർ നല്ല ഷിപ്പിംഗ് എക്സ്പേർട്സാണ് ഇപ്പോൾ. ഇപ്പോൾ ഐക്കരക്കോണത്തെ പറ്റി പറയുമ്പോൾ തന്നെ 15 വയസ്സ് വരെ അവിടെ തന്നെയായിരുന്നു. അതിനുശേഷമാണ് ഒരു പറച്ചുനടിയിലൊക്കെ ഉണ്ടായിട്ടുള്ളതെന്ന് പറയുന്നുണ്ട്. ഈ 15 വയസ്സ് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ അടുപ്പിച്ചുള്ള ചൈൽഡ്ഹുഡ് മുതലുള്ള 15 വയസ്സ് അത്രയും നാൾ ഗ്രാമത്തിൽ, ഒരു ഗ്രാമത്തിൻ്റെ ആംബിയൻസിൽ വളരുക, ചുറ്റുപാടുള്ള കുടുംബങ്ങളുമായിട്ട് അടുത്തിടപഴകുക, ഒരുപാട് എക്സ്പീരിയൻസ്, അധ്യാപിക ദമ്പതികളുടെ മകനായിരിക്കുക. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളും പിന്നെ ഗ്രാമത്തിലെ ഗ്രന്ഥശാലയെ പറ്റി എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യമാണോ നമ്മളുടെ ഒരു റൂട്ട് അല്ലെങ്കിൽ അടിസ്ഥാനം പാകിയത് ഈ ഒരു ജീവിതമാണോ? ഇല്ല, ഞാനൊരു വലിയ ഭാഗ്യവാനാണ്. കാര്യം ഒരു മനുഷ്യ ജന്മത്തിൽ വളരെ ചെറുതാണ്. പക്ഷേ ആ ഒരു ചെറിയ ജീവിതത്തിൽ നമുക്ക് ഒരു നൂറ്റാണ്ടിൻ്റെ എക്സ്പീരിയൻസ് കിട്ടാൻ സാധിച്ചാൽ അതൊരു വലിയ ഭാഗ്യമാണ്. ആ രീതിയിൽ എനിക്ക് തോന്നുന്നൊരു 100 വർഷത്തിൽ ലോകം കടന്നുപോയ ആ കാലഘട്ടത്തിലൂടെ എല്ലാം ഈ ഐക്കരക്കോണം ഈ ചെറിയ പീരീഡിൽ എൻ്റെ ആ ഒരു കാലഘട്ടത്തിൽ കടന്നുപോയി. കാര്യം ഇലക്ട്രിസിറ്റി വരാത്തൊരു യുഗം, ഒരു ഗ്രാമത്തിൽ നിന്ന് ഇലക്ട്രിസിറ്റി വന്ന ഗ്രാമമുണ്ട്. അവിടെ നിന്നിപ്പം പുനലൂർ എന്ന് പറയുന്ന അവിടുത്തെ ഒരു മുനിസിപ്പാലിറ്റിയിലെ ഏറ്റവും ഡെവലപ്ഡ് ഗ്രാമം എന്ന് വേണേൽ പറയാം. ആ ഒരു രീതിയിലേക്ക് മാറി. ഇന്ന് ഞങ്ങളുടെ ഐക്കരക്കോണത്തെ എല്ലാ വീടുകളിലും എല്ലാ സൗകര്യങ്ങളും ഒരു വിദേശ ഭവനിലുള്ള വീട്ടിൽ കിട്ടുന്ന എല്ലാ സാധനവും മിക്കവാറും എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പോൾ ആ ഒരു രീതിയിലേക്ക് ഗ്രാമം മാറിക്കഴിഞ്ഞു. അങ്ങനെ ചിന്തിക്കുമ്പോൾ ഗ്രാമത്തിൻ്റെതായ നൈർമല്യവും വിശുദ്ധി എവിടെയെങ്കിലും നഷ്ടപ്പെട്ടു എന്നൊരു തോന്നൽ ഇല്ല, ഇപ്പോഴും ഉണ്ട്. ഞങ്ങളുടെ ഇവിടെ നടക്കുന്ന അമ്പലപ്പറമ്പിൽ നടക്കുന്ന കബഡി കളി എല്ലാം ഇപ്പോഴും അവിടെ ഉണ്ട്.
ഈവൻ ഞങ്ങൾ ഈയിടെ ഐക്കബഡി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടൂർണമെൻറ്റ്, ഒരു വലിയ ഓൾ കേരള ടൂർണമെൻറ്റ് തന്നെ അവിടെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ആ ഒരു അതൊക്കെ നമ്മളുടെ ഒരു ട്രഡീഷനാണ്, ആ ഗ്രാമത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള കാര്യമാണ്. ആ ഉത്സവങ്ങൾ അവിടെ നടക്കുന്നുണ്ട്. എങ്കിലും ആ ഒരു എന്താണ് പണ്ടുള്ളത്, ഇപ്പം ഞാനൊക്കെ ചെറുപ്പത്തിലുള്ളതിൻ്റെക്കാൾ ഒരുപാട് വീടുകൾ വന്നു. ആ വീടുകൾ കൊണ്ട് ഗ്രാമത്തിൻ്റെ കുറച്ച് ഭംഗി കുറഞ്ഞു എന്നല്ലാതെ ആൾക്കാരൊന്നും വലിയ മറ്റു നല്ല നല്ല മനുഷ്യർ ഇന്നും ഉണ്ട്. പഴയ 1-2 ചായക്കട ഇപ്പോഴും അവിടെയുണ്ട്, കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് ചെല്ലുമ്പം ഒരു പ്രത്യേക സുഖമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു സിനിമ എടുത്തപ്പോഴും ഐക്കരക്കോണം പശ്ചാത്തലമാക്കി ഒരു സിനിമ എടുക്കാമെന്ന് വിചാരിച്ചത്. അങ്ങനെയാണ്. 15 വയസ്സിന് ശേഷം എങ്ങോട്ടേക്കായിരുന്നു സോഹൻ റോയ് ആ പ്രായത്തിൽ പോയത്? അല്ല, 15 ശരിക്കും 16 വയസ്സെന്ന് പറയാം. കാര്യം ഞാൻ പ്രീ ഡിഗ്രി ഫസ്റ്റ് ഇയറും കൂടെ പുല്ലൂരുണ്ടായിരുന്നു. പുല്ലൂർ എസ് എൻ കോളേജിൽ പഠിച്ചു. അതിനുശേഷം എറണാകുളത്തേക്ക് പോയി. ഞാൻ സെയിൻറ്റ് പോൾസിലാണ്, കളമശ്ശേരിയിലാണ് പഠിച്ചത് പ്രീ ഡിഗ്രി. അതിനുശേഷം കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പിന്നെ എറണാകുളത്തിൻ്റെ ഒരു ഭാഗമാകുമായിരുന്നു. പക്ഷേ എങ്കിലും സമയം കിട്ടുമ്പോഴൊക്കെ ഐക്കരക്കോണത്ത് വരാറുണ്ട്. ഇപ്പം പിന്നെ എനിക്ക് ഒഫീഷ്യൽ റീസൺസും ഉണ്ട്. അപ്പോൾ എൻ്റെ വീട് കംപ്ലീറ്റ് ഓഫീസാക്കി മാറ്റിയതോടുകൂടി അവിടെ ഒഫീഷ്യലായിട്ട് പോകേണ്ട കാര്യം കൂടിയുണ്ട്. പക്ഷേ ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളുടെ എല്ലാം ഉള്ളൊരു ബേസിക് ക്യാരക്ടർ ഉണ്ടല്ലോ, ആ ക്യാരക്ടർ മോൾഡിങ് മൊത്തം ഐക്കരക്കോണം എന്ന് പറയുന്ന ഗ്രാമത്തിൽ നിന്ന് നടന്നത്. ഒരുപക്ഷെ ഞാനൊരു പട്ടണത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ ഞാൻ വേറൊരു ക്യാരക്ടറായിട്ട്, അത് തന്നെ ഒരിക്കലും നമ്മൾക്ക് ചുറ്റുമുള്ള കുറേ നന്മകൾ നമ്മൾ കാണാതെ പോയേനെ. അത് ഞാൻ എപ്പോഴും എൻ്റെ മക്കളുടെ അടുത്തൊക്കെ പറയുമ്പോൾ, എൻ്റെ കുട്ടികളൊക്കെ ആക്ച്വലി അവർ എന്താണ് എല്ലാ മോഡേൺ ലൈഫ് സ്റ്റൈലെല്ലാം അവർ എക്സ്പീരിയൻസ് ചെയ്തെങ്കിലും അവർക്ക് ഒരുപാട് കാര്യം ഞാൻ അനുഭവിച്ച കാര്യങ്ങളെല്ലാം അവർ മിസ് ഔട്ട് ചെയ്ത്. അവർക്ക് അതിൻ്റെ ഇപ്പം പണ്ട് നമ്മൾ പട്ടം പറപ്പിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷവും, പണ്ട് മറ്റേ ചെറിയ സൈക്കിള് നമ്മൾ പോയി വാടകയ്ക്ക് എടുത്തുകൊണ്ട് ആ ഗ്രാമത്തിലൂടെ ഓടിക്കുന്നതിൻ്റെയും അങ്ങനെയുള്ള ഒരുപാട് എല്ലാം നമ്മൾ ആ പാടത്ത് കളിക്കുന്നതും അന്ന് വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതും എന്തെല്ലാം അനുഭവങ്ങളാണ് വരുന്നത്. അപ്പോൾ അതിനേക്കാളേറെ എന്താണ് അവിടുത്തെ ഒരു ലോക്കൽ ക്ഷേത്രവും അതിനടുത്തുള്ളൊരു വായനശാലയും അവിടെ പോയി ഉള്ള ഈവനിങ്സ് നമ്മൾ കൂടുന്നതും അവിടുത്തെ കളികളും ഇതൊക്കെ ഇവർക്ക് മിസ്സാവുന്നുണ്ട്. പിന്നെ അതിനേക്കാളേറെ ഒരു എന്താണ് ഇലക്ട്രിസിറ്റി വരുന്ന ആ ഒരു പീരീഡ് ശരിക്കും പറഞ്ഞാൽ അത് വലിയ അനുഭവമാണ്. അപ്പം ഒരു സുപ്രഭാതത്തിൽ അറിയുകയാണ് ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് ഇലക്ട്രിക് ലൈൻ വലിച്ചുകൊണ്ട് വരുന്നു. അത് കഴിഞ്ഞ് ഓരോ വീടുകളിലായിട്ട് ഞങ്ങൾ ഇലക്ട്രിഫിക്കേഷൻ വയറിംഗ് ഒക്കെ നടത്തി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇന്ന് വരും നാളെ വരും, ഈ കറണ്ട് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് കറണ്ട് വരികയാണ്. പിന്നെ ഞങ്ങൾ ആ രാത്രി സത്യം പറഞ്ഞാൽ ഞങ്ങളാരും ഉറങ്ങിയിട്ടില്ല. ഇങ്ങനെ ഞാൻ എൻ്റെ സിസ്റ്റർ പോവും, ഞങ്ങളിങ്ങനെ സ്വിച്ചിടും, ലൈറ്റ് വരും, അത് കാണും, പിന്നെ ഓഫ് ചെയ്യും. അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ആ മണ്ണെണ്ണ വിളക്കിൻ്റെ മുന്നിലിരുന്ന് പഠിച്ചതും ഈ വെളിച്ചത്തിലേക്ക് വന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ അനുഭവമാണ്. അത് നേരിട്ട് അനുഭവിക്കേണ്ടതാണ്. പിന്നീട് റേഡിയോ വരുന്നു, എന്താണ് റെക്കോർഡ് പ്ലെയർ വരുന്നു, ടെലിവിഷൻ വരുന്നു. അങ്ങനെ ഓരോ മേഖലയിലൂടെ കടന്നു പോകുന്നു. പുല്ലൂരിലൂടെ കടന്നു പോകുന്ന എന്താണ് മീറ്റർ ഗേജ് തീവണ്ടി, ആ കരിവണ്ടി, ആ ശരിക്കും വലിയ ചക്രങ്ങളുള്ള എഞ്ചിനോട് കൂടി എന്താണ് കൽക്കരി കത്തി വരുന്ന ആ കറുത്ത പുകയുമായിട്ടുള്ള വരുന്ന തീവണ്ടി ഞാൻ കണ്ടു. അതിനുശേഷം അതിപ്പം മീറ്റർ ഗേജായി മാറുന്ന അത് കണ്ടു. ഇത് മീറ്റർ ഗേജ് ഇപ്പം ബ്രോഡ് ഗേജായി. അങ്ങനെയുള്ള അവിടുത്തെ എസ്റ്റേറ്റുകൾ, അവിടുന്ന് കുറച്ച് പോയി കഴിഞ്ഞാൽ തമിഴ്നാട് ബോർഡറാണ്. അങ്ങനെ പിന്നെ കല്ലടയാറ്, അങ്ങനെ ഒരുപാട് ഓർമ്മകൾ അവിടുത്തെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ എൻ്റെ കുട്ടികൾക്ക് നഷ്ടപ്പെടുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അവർ ഒരു കാലഘട്ടമോ അല്ലെങ്കിൽ വലിയൊരു അനുഭവം മിസ്സായി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഗ്രാമത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ വായനശാല, ചെറുപ്പത്തിലെ വായന ഉണ്ടായിരുന്നു, വായനയാണ് ഒരു കമ്മ്യൂണിസം അല്ലെ അനുഭാവം ഉണ്ടാക്കി തന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം വായനയിൽ കൂടി അനുഭാവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, അതോ പ്രവർത്തനം ഉണ്ടായിരുന്നോ? ഈ വായനയെ പറ്റി ഓർത്തെടുക്കുമ്പം ഇൻഫ്ലുവൻസ് ചെയ്ത ആളുകളുടെ കൂട്ടത്തിൽ മാർക്സോ ചെഗുവേരയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പേരെടുത്ത് പറയത്തക്ക വിധത്തിലുണ്ട്? ഇല്ല, വായന പരന്ന വായനയായിരുന്നു, എല്ലാ ഇതും വായിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ഒരു കമ്മ്യൂണിസത്തിലേക്ക് കടന്നു വരുന്ന ഞാൻ യൂണിവേഴ്സിറ്റി കാലഘട്ടത്തിലേക്ക് വന്നപ്പോഴാണ്. അവിടെ ഞാൻ സെക്രട്ടേറിയറ്റ് മെമ്പറൊക്കെ ആയിരുന്നു. പക്ഷേ ഞാൻ കണ്ട കമ്മ്യൂണിസം ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന കമ്മ്യൂണിസമായിട്ട് ഉള്ളതല്ല. ഒരു ശുദ്ധമായ കമ്മ്യൂണിസം, അതായത് കമ്മ്യൂണിസത്തിൻ്റെ ബേസിക് സാധനം നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളിലൊരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട്. അതിന് നിങ്ങൾക്കൊരു പാർട്ടിയിലൊന്നും വർക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ അത് നിങ്ങൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ മാത്രമേ നിങ്ങളൊരു റിയൽ കമ്മ്യൂണിസ്റ്റ് ആകുന്നുള്ളൂ. ആ രീതിയിൽ ഞാൻ എന്നും ഒരു കമ്മ്യൂണിസ്റ്റ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ എന്താണ് ഒരു പാർട്ടി പ്രവർത്തനമോ ഒരു അങ്ങനൊരു ആഭിമുഖ്യം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഞാൻ കർമ്മം കൊണ്ടും ഒരു കമ്മ്യൂണിസ്റ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ്. ചിന്ത കൊണ്ടും അത് അങ്ങനെ തന്നെ ആയിരിക്കണം, അങ്ങനെ തന്നെ മരിക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. യൂണിവേഴ്സിറ്റി കോളേജ് കാലഘട്ടത്തെ കുറിച്ച് പറയുമ്പം അന്ന് എടുത്ത കോഴ്സ് ഏതായിരുന്നു ഗ്രാജുവേഷന്?
ഞാൻ നേവൽ ആർക്കിടെക്ചറാണ്, ഷിപ്പ് ബിൽഡിംഗ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി കൊച്ചിൻ യൂണിവേഴ്സിറ്റി. അതൊരു വളരെ സ്പെഷ്യലൈസ്ഡ് ഫീൽഡാണ്. കാര്യം ഈ നേവൽ ആർക്കിടെക്ചറും ആർക്കിടെക്ചറുമായിട്ടുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ ഞങ്ങൾ ഭയങ്കര പ്രൗഡോടുകൂടി എപ്പോഴും നേവൽ ആർക്കിടെക്ചർ പറയും വി ഹാവ് എൻ എക്സ്ട്രാ ബോൺ. കാര്യം സാധാരണ ആർക്കിടെക്ട്സ് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പം അവർക്ക് ഒരുപാട് ഫ്രീഡം ഉണ്ട്, അവർക്ക് ഇഷ്ടംപോലെ സ്പേസ് യൂസ് ചെയ്യാം. കാര്യം ലക്ഷറി എത്ര വേണമെങ്കിലും, കാര്യം ലാൻഡിൽ ഇഷ്ടംപോലെ സ്ഥലം ഇഷ്ടംപോലെ ഉണ്ട്, അപ്പോൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. അതും നല്ല സ്ട്രോങ് ഫൗണ്ടേഷൻ. അവർക്ക് ഇലക്ട്രിസിറ്റി വേണമെങ്കിൽ പുറത്തുനിന്ന് വരും, വാട്ടർ പുറത്തുനിന്ന് കിട്ടും, സിവേജ് പുറത്തേക്ക് വേണ്ടിയുള്ള ഫെസിലിറ്റി ഉണ്ട്, ഫുഡ് അവിടെ താമസിക്കുന്നവർക്ക് ഫുഡ് ഇതിൻ്റെ കാര്യം എല്ലാം പുറത്തുനിന്ന് വരാനുള്ള സപ്ലൈ പറ്റും. പക്ഷേ ഒരു നേവൽ ആർക്കിടെക്ട് ഒരു ഷിപ്പ് ഡിസൈൻ ചെയ്യുമ്പം ഓരോ ഞങ്ങൾ സ്ക്വയർ ഫീറ്റും അല്ല നോക്കുന്നത്, ഞങ്ങൾ ക്യൂബിക് മീറ്റേഴ്സിൽ വോളിയോമെട്രിക് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. കാര്യം വോളിയം കൂടുന്ന സമയത്ത് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കൂടും. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് നമ്മൾ നോക്കുന്നത് 20 വർഷം ഇത് റൺ ചെയ്യുമ്പം എത്ര എക്സ്ട്രാ വരുന്നു. അപ്പം ഓരോ സ്ക്വയർ ഇഞ്ച് നമ്മൾ വളരെ കാൽക്കുലേറ്റ് ചെയ്ത് സ്പേസ് യൂട്ടിലൈസേഷനോട് കൂടണം. കാര്യം ഇതിൻ്റെ സൈസ് കൂടിക്കഴിഞ്ഞാൽ ഇത് കടലിലൂടെ പോകുമ്പം കൂടുതൽ ഫ്യൂൽ വേണ്ടി വരും ഇത് റൺ ചെയ്യാനായിട്ട്. അപ്പം ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യണം. അതിനേക്കാളേറെ ഒരു സ്ട്രോങ് ഫൗണ്ടേഷനിലല്ല. കാര്യം ഓരോ സെക്കൻഡിലും മാറി മറിയുന്ന തിരമാലകളുള്ള ഒരു കടലിൽ ഏത് നിമിഷവും വൻ തിരമാല വരും. ഇതിനെല്ലാം വിസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന മോസ്റ്റ് അൺസ്റ്റേബിൾ കണ്ടീഷനിലുള്ള ഒരു മൂവിങ് പ്ലാന്റാണ്. ഇതിനകത്ത് എല്ലാം സ്വന്തമായിട്ടുണ്ടാവണം. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂവൽ പോലും നമ്മളിവിടെ സാറിന് കാറ് വാങ്ങിക്കഴിഞ്ഞാൽ പോയി പെട്രോൾ നേരെ അടിച്ചു റൺ ചെയ്തു. ഒരു വലിയ ഷിപ്പിലാണെങ്കിൽ ആ ഫ്യൂവൽ വീണ്ടും പ്യൂരിഫൈ ചെയ്യാനുള്ള ഫെസിലിറ്റി അതിനകത്ത് ഉണ്ടാവണം. ശുദ്ധജലം വേണമെങ്കിൽ അത് നിങ്ങളതിനകത്ത് പ്രൊഡ്യൂസ് ചെയ്യണം. നിങ്ങളുടെ സിവേജ് നിങ്ങൾ തന്നെ വെറുതെ എടുത്ത് കടലിൽ കളയാൻ പറ്റില്ല, അത് പ്രോസസ്സ് ചെയ്യണം. ഒരു ഫയർ ഫൈറ്റിങ്ങിൻ്റെ സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾ തന്നെ ഫയർ ഫൈറ്റ് ചെയ്യാനുള്ള എല്ലാ എക്യുപ്മെൻറ്റും അതിനകത്ത് വേണം. ഒരു അപകടം ഉണ്ടായാൽ എല്ലാവരെയും ലൈഫ് സേവിങ്ങിനുള്ള സാധനം വേണം. നാവിഗേഷന് വേണ്ട കടലിലേക്ക് പരന്ന കടലിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് ദിക്കിലേക്ക് പോകണമെന്നുള്ള നാവിഗേഷൻ സംവിധാനം വേണം, കമ്മ്യൂണിക്കേഷൻ ഇത് വേണം. അങ്ങനെ ഒരു എൻജിനീയറിങ്ങിൻ്റെ എല്ലാ മേഖലയിലൂടെയും കടന്നു പോകുന്ന ഒരു സാധനമാണ്. അപ്പം ഇതെല്ലാം കൂടെ ചെയ്യണമെങ്കിൽ ഒരു വെരി കോംപ്ലിക്കേറ്റഡ് എഞ്ചിനീയറിംഗ് ആണ്. അതുകൊണ്ട് തന്നെ ഇത് ഇന്ത്യയിൽ ഈ ടെക്നോളജി ഇല്ലായിരുന്നു. ശരിക്കും 5000 വർഷത്തിന് മുമ്പ് നമ്മൾ കപ്പൽ നിർമ്മിച്ച ഒരു സംസ്കാരം ഉള്ളതാണ്. സ്ഥപത്യവിദ്യയിലൊക്കെ ശരിക്കും പഴയ കപ്പൽ നിർമ്മാണത്തിൻ്റെ എല്ലാം ഉണ്ട്. പക്ഷേ മോഡേൺ നേവൽ ആർക്കിടെക്ചറിലേക്ക് വന്നപ്പോൾ അത് ഇന്ത്യയിൽ ആ ടെക്നോളജി ഇല്ലാതെ ജർമ്മൻസാണ് പിന്നെ ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പം ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച ജർമ്മൻസാണ്. അവിടുന്ന് ജർമ്മനിയിൽ നിന്ന് ഞങ്ങളുടെ പ്രൊഫസേഴ്സ് ഇവിടെ വന്ന് അവർ ഇംഗ്ലീഷ് പഠിച്ച്, ഞങ്ങൾക്ക് ജർമ്മൻ പഠിക്കണമായിരുന്നു. പക്ഷേ ഞങ്ങളെല്ലാം ഈ പ്രൊഫസേഴ്സ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഞങ്ങൾക്ക് വേണ്ടി പഠിച്ച് ഇവിടെ വന്ന് ഈ ടെക്നോളജി ട്രാൻസ്ഫർ ചെയ്തു. ഈ കോഴ്സ് ഇപ്പോഴും ലൈവായിട്ട്. പക്ഷേ ജർമ്മൻസ് എല്ലാവരും തിരിച്ചു പോയി. ഇന്നിപ്പോൾ ഇന്ത്യൻസ് തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അല്ല, പക്ഷേ ഈ കോഴ്സിനെ കുറിച്ചൊക്കെ ഒരു അപ്ഡേറ്റ്സ് കറക്റ്റായിട്ട് കിട്ടാത്ത, കമ്മ്യൂണിക്കേഷൻ അത്രയ്ക്കും എസ്റ്റാബ്ലിഷ്ഡ് ആവാത്തൊരു കാലത്ത് ഈ കോഴ്സ് തന്നെ വേണം, ഇവിടെ ഇന്നതുണ്ട് എന്നൊക്കെയുള്ള ഇൻസൈറ്റ് എവിടെ നിന്ന് കിട്ടി? ഇല്ല, എൻ്റെ ബ്രദർ നേവൽ ആർക്കിടെക്റ്റ് ആയിരുന്നു. ഓക്കെ. പുള്ളി ഈ ജർമ്മൻസ് വന്ന് കോഴ്സ് തുടങ്ങുമ്പോൾ അതിലെ ഫസ്റ്റ് ബാച്ചിലുണ്ടായിരുന്ന എൻ്റെ, അങ്ങനെയാണ് ഞാൻ ഈ ഒരു ഫീൽഡിലേക്ക് പോകുന്നത്. ആക്ച്വലി ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഡെസ്റ്റിനി ടുക്ക് മീ ടു നേവൽ ആർക്കിടെക്ചർ. എൻ്റെ പാഷൻ വാസ് സംതിങ് എൽസ്. അപ്പം പക്ഷേ ഞാൻ എൻ്റെ പ്രൊഫഷനോട് നീതി പുലർത്തിയിട്ടുണ്ട്. ഞാൻ അതിനുശേഷം ഇന്നിപ്പം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ഡിസൈൻ ഫേം ഞങ്ങളുടെയാണ്. അത് കഴിഞ്ഞ 15 വർഷമായിട്ട് വി ആർ ദ ലാർജസ്റ്റ്. വിതിൻ ഒരു അനദർ കപ്പിൾ ഓഫ് ഇയേഴ്സ് വേൾഡിലെ നമ്പർ 1 ആയിട്ട് മാറും. ഇപ്പം നമ്മൾ കാര്യം ഇന്ന് ഞങ്ങൾ ഇപ്പം മിഡിൽ ഈസ്റ്റിൽ തുടങ്ങുന്ന സമയത്ത് ഉള്ളിൽ സായിപ്പന്മാർ മാത്രം ചെയ്തുകൊണ്ടിരുന്ന ഒരു ബിസിനസ്സായിരുന്നു ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ. അപ്പം മറ്റു ക്ലയൻസിനൊന്നും ഒരു കോൺഫിഡൻസ് ഒന്നും ഉണ്ടാകത്തില്ല ഇന്ത്യൻസ് ചെയ്യുന്ന കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ത്യൻസ് എല്ലാം ഈ സായിപ്പന്മാരുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന സംസ്കാരമായിരുന്നു. ഇന്നതൊക്കെ മാറി ഇന്ന് ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളിൽ നിന്നും ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ്. ഇപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്നവരെല്ലാം ഇന്ത്യൻസാണ്. അപ്പം നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് ആയി കഴിഞ്ഞു, മനസ്സിലായി. പലപ്പോഴും നമ്മുടെ ടെക്നോളജി എഡ്യൂക്കേഷൻ സിസ്റ്റം ലോകത്തോട് പിടിക്കത്തക്ക വിധത്തിലുള്ളതല്ല എന്നൊരു പരാതി കേൾക്കാറുണ്ട്. ഈയിടെ പോലും നിസാനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ കാൻഡിഡേറ്റ്സ് കോമ്പീറ്റൻ്റ് അല്ലായിരുന്നു എന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ പഠിച്ചത് നമുക്ക് പ്രവൃത്തിയിലാക്കാൻ പ്രാപ്തമായതായിരുന്നോ, അതോ നമുക്ക് കൂടുതൽ പഠിക്കേണ്ടി വന്നോ ജോലിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ? അല്ല, എഡ്യൂക്കേഷൻ നിങ്ങൾ എങ്ങനെ കാണുന്നുള്ളതാണ്. ഇപ്പം എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ അധ്യാപകരിൽ നിന്നോ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്നോ നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടറിൽ നിന്നോ നിങ്ങളുടെ ബ്രെയിനിലേക്ക് വരണം. അത് നിങ്ങൾക്ക് റിക്കലക്ട് ചെയ്യാൻ പറ്റണം, നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റണം. അത് അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ അറിയണം. അല്ലെങ്കിൽ നിങ്ങളുടെ പഠിത്തമൊക്കെ വേസ്റ്റാണ്. അത് മറ്റേ A+B² എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാത്ത ഒരു സമൂഹത്തെ നിങ്ങൾ സൃഷ്ടിക്കും. അപ്പം ഞാൻ സത്യം പറഞ്ഞാൽ പഠിക്കേണ്ടതെല്ലാം മുഴുവൻ മഗ് ചെയ്യുന്ന വ്യക്തിയല്ല. പക്ഷേ പഠിക്കുന്ന സാധനത്തിൻ്റെ അതേ ഞാൻ ഓർത്ത് വെക്കാറുള്ളൂ. അത് ഞാൻ എവിടെയെങ്കിലും യൂസ് ചെയ്യും, അല്ലെങ്കിൽ അത് ഞാനൊരു വേസ്റ്റ് ഓഫ് ഇൻഫർമേഷനായിട്ട് കരുതാറുള്ളൂ. അപ്പോൾ അത് ഒരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. അപ്പം അതാണ് ശരിക്കും വേണ്ടത്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങൾ ആരുടെയും പുറകിലല്ല. പിന്നെ ഇന്ത്യൻസ് പൊതുവെ നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ മേഖലയിൽ വളരെയധികം പോരായ്മയുണ്ട്. പക്ഷേ ഇവരെല്ലാം ഒരു ഇൻഡസ്ട്രിയിലേക്ക് ഇറങ്ങി കഴിയുമ്പം ഇവരെല്ലാം വളരെ മുന്നോട്ട് ആവുന്നുണ്ട്. പിന്നെ ആകെ ഉള്ളൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ കരിയർ ഡിസൈനിനകത്തുള്ള പ്രശ്നമാണ്. ശരിക്കും ഡോക്ടറാവേണ്ടവൻ ആൾ എന്താണ് സിനിമയുടെ പറയുമ്പോൾ സിനിമാക്കാരനാവേണ്ട ഡോക്ടറാവും. ഇതാണ് നമ്മുടെ ഒരു സിസ്റ്റം. ഒരിക്കലും നമ്മുടെ പാഷനും നമ്മുടെ ടാലൻറ്റും നമ്മുടെ പാഷനും നമ്മുടെ എഡ്യൂക്കേഷനും നമ്മുടെ പ്രൊഫഷനും എല്ലാം കൂടെ മാച്ച് ചെയ്യുമ്പോൾ മാത്രമേ ഇപ്പം സക്സസ്ഫുൾ അല്ലെങ്കിൽ നമ്മുടെ അവസാന ശ്വാസം വരെയും നമുക്ക് സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ. മനസ്സിലായി. ഇപ്പം മെട്രോ ശ്രീധരനെ പോലെയുള്ള വ്യക്തികൾ ഇപ്പോഴും എൻജോയ് ചെയ്ത് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ ടാലൻറ്റ് ഇതെല്ലാം കൂടെ മാച്ച് ആകുന്നുണ്ടായിരിക്കും അദ്ദേഹം ഇപ്പോഴും ഇത്രയും ആക്റ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്നത്. അപ്പം ഓരോ വ്യക്തിക്കും അങ്ങനെ ചെയ്യണമെങ്കിൽ ആ ഒരു കരിയർ ഡിസൈൻ നടക്കേണ്ട സമയത്ത് അവരുടെ ടാലൻറ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം. ഇതൊക്കെ ആക്ച്വലി അത് ഞാൻ പഠിക്കുന്ന സമയത്ത് എനിക്ക് കവിത എഴുതാൻ വാസനയുണ്ട്. എന്നോട് ആരും പറഞ്ഞില്ല നീ അതിനകത്ത് ഫോക്കസ് ചെയ്യുന്ന ആരും പറഞ്ഞിട്ടില്ല. എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ കാർട്ടൂൺ ഐ വാസ് ഫസ്റ്റ്. അന്ന് ആരും പറഞ്ഞിട്ട് നീ അതിനകത്ത് ചെയ്യണമെന്ന് ആരും പറഞ്ഞില്ല. അങ്ങനെ ഓരോ സമയത്തും എനിക്കൊരു ടാലൻ്റ് ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാനും തിരിച്ചറിഞ്ഞില്ല, ആരും അതിനെ പ്രൊമോട്ട് ചെയ്യുന്നില്ല. പക്ഷേ അതിനുവേണ്ടി ഞങ്ങളിപ്പം ചെയ്യുന്നത് വെച്ചാൽ ഒരു നാഷണൽ ടാലൻറ്റ് ഹണ്ടിൻ്റെ ഭാഗമായിട്ട് സ്കൂൾസിലും കോളേജിലും എല്ലാം ഇതിൻ്റെ ഒരു ഇന്ത്യൻ ടാലൻറ്റ് ക്ലബ്ബ് എന്ന് പറയുന്ന കാര്യം തുടങ്ങുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഈ ടാലൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അത് അറ്റ്ലീസ്റ്റ് അടുത്ത ജനറേഷനെങ്കിലും അവരൊരു 10ാം ക്ലാസ്സെങ്കിലും ആകുമ്പോൾ അവരുടെ ടാലൻ്റ് എന്ന് അവർക്ക് തന്നെ അവരുടെ മുന്നിൽ ഒരു കണ്ണാടി നമ്മൾ വെക്കണം. അപ്പോൾ അവർക്ക് തിരിച്ചറിയണം ഇതാണ് എൻ്റെ ടാലൻറ്റ്, അപ്പോൾ ഇതാണ്. അപ്പം ആ ടാലൻറ്റ് വെച്ചിട്ട് ഞാൻ ഈ കരിയർ എടുക്കണം. പക്ഷേ ഇപ്പോൾ ടാലൻറ്റ് ഉണ്ടെന്ന് കരുതി നിങ്ങൾ അത് കരിയർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ പരാജയപ്പെടും. കാര്യം അതിനകത്ത് ഒരു ഒരു പ്രൊഫഷണൽ ഗ്രോത്തിനുള്ള ചാൻസ് കാണത്തില്ല. അപ്പം ഇതെല്ലാം നമ്മൾ അനലൈസ് ചെയ്യണം. അല്ലാതെ എനിക്കൊരു ടാലൻ്റ് ഉണ്ടെന്ന് കരുതി ഇപ്പം എനിക്ക് പാടാൻ നല്ല കഴിവുണ്ട്, ഞാൻ പാട്ടുകാരനാവാനായി ഇറങ്ങിക്കഴിഞ്ഞാൽ നാട്ടിൽ ഇത്രയും പാട്ടുകാരുടെ ആവശ്യമില്ല എന്നുള്ള തിരിച്ചറിവൂടെ നമുക്കുണ്ടാവണം.